നമുക്ക് ബ്രെഡും പഴവും തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ബനാന സ്റ്റഫഡ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നേന്ത്രപ്പഴം വട്ടത്തിൽ മുറിച്ചെടുത്തത്, പിന്നെ കോഴിമുട്ട വേണം, തേങ്ങ ചിരവിയത് വേണം, പാല്, പഞ്ചസാര, അല്പം നെയ്യ്, പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് നേന്ത്രപ്പഴം നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേന്ത്രപ്പഴം വെച്ച് കൊടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ടക്കൂട്ടിൽ മുക്കിയ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാട്ടിയെടുത്ത പഴത്തിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. 3-4 പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഈ പഴത്തിൻ്റെ സെൻറ്ററിലും സൈഡിലും ആയിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ മുകളിലേക്കായിട്ട് അല്പം മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെഡിൻ്റെ ഒരു ഭാഗം കുക്കായിട്ടുണ്ടാകും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴേക്കും മറ്റേ ഭാഗം കുക്കായി വരും. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ 2 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഈ തേങ്ങയും പഴമൊക്കെ അതിൽ നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുക്കാം.
എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബനാന സ്റ്റഫഡ് ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്